ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ മകം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ ഗുണദോഷ സംവത്സരമായിട്ട് കാണുന്നു. ഇതിൽ കുറച്ച് ദോഷാനുഭവങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ടാണ് രാശിവശ മനസ്സിലാകുന്നത്. ഇതിലെടുത്തു പറയേണ്ട വർഷം മധ്യത്തിന് ശേഷം, അതായത് ഈ 2025 ആണ്ട് മധ്യം എന്ന് പറയുമ്പോൾ ജൂൺ കഴിഞ്ഞിട്ട് ജൂൺ പകുതിയോട് കൂടിയാകുമ്പോൾ, അല്ലെങ്കിൽ ജൂൺ കഴിഞ്ഞിട്ട് അതിനുശേഷം കാലം കൂടുതൽ അനുകൂലമാവുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദാനകർമ്മങ്ങൾക്കൊക്കെ വേണ്ടി പണം നിങ്ങൾ ചിലവഴിക്കുന്നതാണ്. നിങ്ങൾ ഒത്തിരി ദാനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. സുഖത്തിനും ആഡംബരത്തിനും വേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കുന്നൊരവസ്ഥയും കൂടി ഈ സമയങ്ങളിൽ വന്നുവിടുന്നതാണ്. നിങ്ങൾ വാക്ക് തർക്കങ്ങളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങളെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുക തന്നെ ചെയ്യും. എന്നാൽ അലസത മൂലം തൊഴിൽ രംഗത്ത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അർഹതയില്ലാതെ പണം കിട്ടിയെന്ന് വരുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കൂട്ടു ബിസിനസ് ഉണ്ടെങ്കിൽ അത് നഷ്ടത്തിന് ഇടവരുത്തുന്നതാണ്. അതുകൊണ്ട് കൂട്ടു ബിസിനസ്സൊക്കെ ഒന്ന് ഒഴിവായി നിൽക്കുന്നതായിരിക്കും ഈ സമയങ്ങളിൽ നല്ലത്. നിങ്ങൾക്ക് മാതൃഗുണം കൂടുന്ന സമയമാണ്. മാതാവ് താങ്ങായും തണലായും കൂടെ ഉണ്ടാകുന്നൊരു സമയമാണ്. ഇതിലെടുത്ത് പറയേണ്ടത്, അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട, കുടുംബത്തിലൊരു വേർപാട് അനുഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. നിങ്ങൾ അയൽക്കാരുമായിട്ട് മെച്ചപ്പെട്ട സൗഹൃദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. ചിലരൊക്കെ പുതിയ സംരംഭങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു. ഇഷ്ടപ്പെട്ട കോളേജിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുന്നതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ഈ സമയങ്ങളിലൊന്നും ആ ബിസിനസ്സിൽ നിന്നും മാറി നിൽക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് അകലുവാനുള്ള സാഹചര്യമുണ്ട് ഈ മകം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥലത്ത് കാലം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടാകാനുള്ള സാധ്യത തൊഴിലിടങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈശ്വര ചിന്ത കൂടുതലായിട്ട് കാണുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. ചില മകം നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് ദമ്പതി ഭാവത്തിലുള്ളവർക്കൊക്കെ കുടുംബത്തിൽ ജനനം നടക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ജനനഭാഗ്യം കാണുന്നുണ്ട്. അതിന് വേണ്ട ക്രിയകളൊക്കെ ഞാൻ അവസാനം പറഞ്ഞു തരാം. ചില വഴിപാടൊക്കെ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചതുർഗ്രഹമൊക്കെ ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. പൊതുവേ കാലം അനുകൂലമാണ്. ചെറിയ ചില വിഷയങ്ങളൊക്കെ ഒഴിച്ചാൽ കാലം ഗുണകരമായിട്ട് തന്നെയാണ് മകനക്ഷത്രക്കാർക്ക് പോകുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിലെ യോഗം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഒക്കെ ശിവക്ഷേത്രത്തിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവരുടെയും നാളും പേരുമൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ നാളും പേരിലും പ്രത്യേകം കഴിക്കുന്നത് ഗുണകരമായിരിക്കും. ഇഷ്ടദ്രവ്യ ഗണപതി ഹോമം കഴിക്കുന്നതും അത്യാവശ്യമാണ്. അതിൽ ശിവ ആരാധന വളരെ ഉത്തമമായിരിക്കും നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ. അതുപോലെ തന്നെ ജനനഭാഗ്യം വേണ്ടവർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രത്തിൽ പോയി മധുരമില്ലാത്ത പാൽപ്പായസം കഴിക്കുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പോവുക, ഭഗവാന് പാൽപ്പായസം നിവേദിക്കുക, മുഴുക്കാപ്പ് ചാർത്തുക, അതുപോലെ മഞ്ചാടിക്കുരു പറ നിറയ്ക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. തൊട്ടിലാട്ട് ഈ സപ്താഹ സ്ഥലങ്ങളിലൊക്കെ ഉള്ളൊരു വഴിപാടാണ് തൊട്ടിലാട്ട്. അതല്ല എങ്കിൽ അങ്ങനെയുള്ള വഴിപാട് നടത്തുന്ന ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി തൊട്ടിൽ ആട്ടുക, അല്ലെങ്കിൽ തൊട്ടിൽ വഴിപാടായിട്ട് നടത്തുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.
ഗുരുവായൂർ അമ്പലത്തിലാണ് ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സർവ്വദോഷത്തിനും പരിഹാരമായിട്ട് കാമധേനുവിനെ, സ്വർണ്ണത്തിൽ തീർത്ത കാമധേനു സമർപ്പിക്കുന്നത് ഉത്തമമാണ്. പൊതുവേ നിങ്ങൾക്ക് ഗുണകരമാണ്. ആ ഗുണകരങ്ങളിലെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നിങ്ങൾ ദേവി പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. ദേവീക്ഷേത്രം ദർശിക്കുക, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ കാലം ഒരുവിധം അനുകൂലമായിട്ട് മാറുന്നതാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.